ഇന്ത്യയിൽ നിന്ന് നേരിട്ട് മണി ഓർഡർ അയക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഇന്ത്യയിൽ നിന്ന് നേരിട്ട് മണി ഓർഡർ അയക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഏതൊക്കെ? ഉത്തരം നേപ്പാൾ, ഭൂട്ടാൻ. വന്ദേ മാതരം രചിച്ചത് ആരാണ്? വന്ദേ മാതരം രചിച്ചത് ആരാണ്? ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ആനമുടി. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര? ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകൾ എത്ര? ഉത്തരം 22. കേരളത്തിലെ കമാന അണക്കെട്ട് ഏത്? കേരളത്തിലെ കമാന അണക്കെട്ട് ഏത്? ഉത്തരം ഇടുക്കി. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. ഒളിവർ ട്വിസ്റ്റ് എന്ന കൃതി ആരുടേതാണ്? ഒളിവർ ട്വിസ്റ്റ് എന്ന കൃതി ആരുടേതാണ്? ഉത്തരം ചാൾസ് ഡിക്കൻസ്. ഭാരതത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഭാരതത്തിൻ്റെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട മലയാളി ആര്? ഉത്തരം ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ഉത്തരം ദാദാഭായ് നവറോജി. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത്? സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏത്? ഉത്തരം സൈലന്റ് വാലി. മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? മാർബിളിൻ്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഉത്തരം ഇറ്റലി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആര്? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത ആര്? ഉത്തരം ആശപൂർണാദേവി. കേരളത്തിലെ ഏതു നദിയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏതു നദിയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അഞ്ചരക്കണ്ടിപ്പുഴ. ആരുടെ തൂലിക നാമമാണ് ചെറുകാട്? ആരുടെ തൂലിക നാമമാണ് ചെറുകാട്? ഉത്തരം ഗോവിന്ദ പിഷാരടി. ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര്? ശാരദ ബുക്ക് ഡിപ്പോ സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആര്? ഉത്തരം കുമാരനാശാൻ. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം കുട്ടനാട്. കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹമായത് ആരാണ്? കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യത്തെ വൃക്ഷമിത്ര പുരസ്കാരത്തിന് അർഹമായത് ആരാണ്? ഉത്തരം സുഗത് കുമാരി. കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത്? കേരളത്തിൻ്റെ ഗംഗ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഭാരതപ്പുഴ. ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഇന്ത്യ സ്വതന്ത്രമായ വർഷം മലയാളത്തിൻ്റെ ആസ്ഥാന കവിയായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. കേരളം വളരുന്നു എന്ന കൃതി രചിച്ചത് ആരാണ്? കേരളം വളരുന്നു എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം പാല നാരായണ നായർ.
ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻതോട്ടം കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻതോട്ടം കേരളത്തിലെ ഏതു ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഉത്തരം സി എച്ച് കുഞ്ഞപ്പ. ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ സലീം അലി. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ആര്? ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആദ്യ മലയാള സിനിമാ നടൻ ആര്? ഉത്തരം പ്രേം നസീർ. ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആര്? ഇന്ത്യയിലെ രാഷ്ട്രപതിയായ ആദ്യ മലയാളി ആര്? ഉത്തരം കെ ആർ നാരായണൻ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ മലയാളി ആര്? ഉത്തരം റസൂൽ പൂക്കുട്ടി. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദൻ സരസ്വതി. ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആര്? ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആര്? ഉത്തരം സി രാജഗോപാലാചാരി. ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റ് ഉള്ള സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ ലോകസഭാ സീറ്റുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഉത്തരം രാജസ്ഥാൻ. ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏതാണ്? ലോകത്ത് ആദ്യമായി എഴുതപ്പെട്ട ഭരണഘടന സ്വീകരിച്ച രാജ്യം ഏതാണ്? ഉത്തരം അമേരിക്ക. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത്? ഉത്തരം മേഘാലയ. സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? സൈബർ നിയമങ്ങൾ നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ഏത്? ഉത്തരം സിംഗപ്പൂർ. ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏത്? ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച ആദ്യ മലയാള പത്രം ഏത്? ഉത്തരം ദീപിക. എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർവൽക്കരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം തമിഴ്നാട്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന നദി ഏത്? ഉത്തരം ഡാന്യൂബ് നദി. കൊല്ലം തോറും കാശ്മീരിലെ ശ്രീനഗറിൽ നടത്തിവരുന്ന മഹോത്സവത്തിൻ്റെ പേര് എന്ത്? കൊല്ലം തോറും കാശ്മീരിൽ ശ്രീനഗറിൽ നടത്തിവരുന്ന മഹോത്സവത്തിൻ്റെ പേര് എന്ത്? ഉത്തരം കാശ്മീർ സ്റ്റേറ്റ് പ്രദർശനം. ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആര്? ഇന്ത്യൻ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വിദേശി ആര്? ഉത്തരം ലൂയി ബ്രെയിൻ. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? ഉത്തരം ബോംബെ സമാചാർ.